നമസ്തേ, ഞാൻ നിമിഷ. എല്ലാവർക്കും രാധേഷ് മ്യൂറലിലേക്ക് സ്വാഗതം. ശിവഭഗവാന്റെ കളറിങ്ങിന് വേണ്ട കളേഴ്സ് ഇന്ന് പേർഷ്യൻ ബ്ലൂ, സാപ്പ് ഗ്രീന്, വൈറ്റ് കളർ. ഇതാണ് നമ്മൾക്ക് വേണ്ട കളേഴ്സ്. ഇനി ഫസ്റ്റ് ലെയറിന് വേണ്ട കളറ് പേർഷ്യൻ ബ്ലൂവും വൈറ്റ് കളറും ആണ് വേണ്ടത്. ഒരു ഡ്രോപ്പ് വൈറ്റ് കളറിൽ ബ്ലൂ കളർ ആഡ് ചെയ്യണം നമുക്ക് 20% അല്ലെങ്കിൽ 30%. എന്നിട്ട് നല്ലപോലെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തെടുക്കുക. ഒരുപാട് ലിക്വിഡ് ആകരുത്. എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് അടിച്ചു നോക്കുക. എന്നിട്ട് കളർ കൺഫേം ചെയ്ത ശേഷമാണ് ക്യാൻവാസിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് ലെയർ നല്ല ലൈറ്റായിട്ട് വേണം ഉണ്ടാവാൻ. കളറിൽ ഇനി ബ്ലൂ കളർ അധികമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളർ പിന്നെയും ആഡ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്ലൂവിലേക്ക് കൺസിസ്റ്റൻസിയിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. കാരണം നമുക്കിങ്ങനെ കാണുമ്പോൾ വളരെ ലൈറ്റ് ബ്ലൂ ആയി തോന്നും. അത് ഉണങ്ങി കഴിയുമ്പോഴാണ് ആ ഡാർക്ക്നെസ് കറക്റ്റായിട്ട് അറിയുക. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്ത് എടുക്കാൻ. കളറിങ് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ലേപനം മെത്തേഡാണ്. ഹൈലൈറ്റിംഗ് ഒന്നുമില്ല. നോർമൽ സ്റ്റൈലിൽ തന്നെ എല്ലാ സ്ഥലത്തും ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഈ മെർജിങ് ലൈനിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പുറത്തെ സൈഡിലേക്ക് പോവാതെ ശ്രദ്ധിച്ച് വേണം കളർ ചെയ്തെടുക്കാൻ. ശിവഭഗവാന്റെ സൈഡിൽ കളർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ക്യാൻവാസിൽ കളർ പിടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ 2-3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ഓവർ കോട്ടിങ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ ശരിയാക്കി എടുത്തത്. ഇതേപോലെ ലെബനൻ മെത്തേഡിൽ ശിവഭഗവാന്റെ എല്ലാ സൈഡിലും ഈവനായിട്ട് നമ്മൾ കളർ ചെയ്തെടുക്കണം. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ എന്തെങ്കിലും കാരണവശാൽ അപ്പുറത്തെ സൈഡിലേക്ക് കളർ പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് വൈപ്പ് ചെയ്ത് എടുക്കണം. ഫസ്റ്റ് ലെയർ നല്ലപോലെ ഉണങ്ങിയിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ കൊടുക്കാം. അതിന് വേണ്ട കളറ് സാപ്പ് ഗ്രീന്, പേർഷ്യൻ ബ്ലൂ, അതുപോലെ വൈറ്റ് കളറിൻ്റെ മിക്സാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ കളർ ഓരോന്നും എത്രയാണ് എടുക്കണമെന്ന് നോക്കാം. ഗ്രീന് 50%, ബ്ലൂവും 50%, വൈറ്റും 50%. 3 കളറും നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ആദ്യം ഗ്രീനും ബ്ലൂവും മിക്സ് ചെയ്ത് ആ കോമ്പിനേഷനിലേക്ക് വൈറ്റ് ആഡ് ചെയ്താൽ മതി. സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്യുമ്പോഴും ആദ്യം ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കളർ കറക്റ്റ് ആയിട്ടുണ്ടോ ബ്ലൂവിൻ്റെ കോമ്പിനേഷന്. ഗ്രീന് കൂടി പോകരുത്. ഗ്രീന് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ കൃഷ്ണനൊക്കെ പെയിൻറ് ചെയ്യുമ്പോഴാണ് അതുപോലെ എടുക്കുക. അപ്പോൾ അതൊന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നോക്കണം. എവിടെയെങ്കിലും ഒരുപാട് ഡാർക്കായി തോന്നിക്കഴിഞ്ഞാൽ വൈറ്റ് കുറച്ചും കൂടി അധികം ആഡ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റ് വേർഷനിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇതുപോലെ ഈ കയ്യിലോ എവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പുള്ള സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും കളർ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന്. ഞാനിത് ചെയ്തപ്പോൾ അതിൽ കുറച്ച് ബ്ലൂ കളർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലേശം ബ്ലൂ ആഡ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ കളറിങ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് സെക്കൻഡ് ലെയർ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സെക്കൻഡ് ലെയർ നമ്മൾ ഷെയ്ഡിങ് മെത്തേഡിലാണ് ചെയ്യുന്നത്. ആദ്യം നെറ്റിയുടെ ഭാഗത്ത് നിന്ന് എഡ്ജൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. എഡ്ജിൽ നല്ല ഡാർക്കായിട്ട് കളർ ചെയ്യുക. എന്നിട്ട് നെറ്റിയുടെ നടുവിലോട്ട് വരുമ്പം ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. അതേപോലെ മൂക്കിൻ്റെ പാലം നമ്മൾ ഈ സെയിം കളർ വെച്ചിട്ട് ബ്രിഡ്ജ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് കവിളിലോട്ട് കൊണ്ടുവരണം. അങ്ങനെയാണ് ചെയ്യുന്നത്. എങ്ങനെയാണോ നമ്മൾ പാർവതി ദേവിയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നത് അതേപോലെ തന്നെയാണ് ശിവഭഗവാന്റെയും നമ്മൾ ഷെയ്ഡിങ് ചെയ്തെടുക്കുന്നത്. കൺപോളയുടെ മുകളിലത്തെ ഭാഗം നല്ല ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യുക. താഴത്തെ വശം ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. അതേപോലെ ചെവിയുടെ ഔട്ടർ ഭാഗം നല്ല ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കണം. ഉള്ളിലോട്ട് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കണം. അതേപോലെ ബോഡി പാർട്സ് എല്ലാവിടെയും 2 സൈഡും നല്ല ഡാർക്ക് ഷെയ്ഡ് ചെയ്തെടുക്കുക. നടുവിലോട്ട് വരുമ്പം വളരെ ലൈറ്റായിട്ട് വേണം ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഓൾറെഡി പാർവതി ദേവിയുടെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ ബോഡി പാർട്സും എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്തെടുക്കേണ്ടതെന്ന്. സെയിം മെത്തേഡ് തന്നെയാണ് ശിവഭഗവാന്റെയും ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. വീഡിയോ കണ്ട് നോക്കിയാൽ മതി എങ്ങനെയാണ്
ഫുൾ ബോഡി പാർട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക എന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 2 കോട്ടെങ്കിലും ഇതേപോലെ ഷെയ്ഡ് ചെയ്തെടുക്കണം. ഓരോ കോട്ടും ഉണങ്ങിയിട്ട് വേണം അടുത്ത കോട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ 3D എഫക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും.